ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി ബീഫ് ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. സംഭവം അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾക്ക് തുടക്കക്കാർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഞാനിത് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുത്താലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഉള്ളി വഴറ്റാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതൊന്നും അങ്ങ് ക്ഷമിച്ചേക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു ബിരിയാണി പാത്രം വെച്ചിട്ടുണ്ട്, ഒരു അടി കട്ടിയുള്ള ഒരു ചെമ്പ് വെച്ചിട്ട് അതിൽ ഞാൻ ഒരു 100 ml അടുത്ത് സൺഫ്ലവർ ഓയിലും ഒരു 25 ഗ്രാം RKG കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതിലൊരു 6 സവോള നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സവോള നന്നായിട്ട് വഴണ്ടതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ഐറ്റംസ് ചേർക്കാവൂ കേട്ടോ. ഞാനിതിൽ ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 2 ടീസ്പൂൺ പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി, ഏകദേശം ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസായിരുന്നേ. ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വഴണ്ട് വരുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചാൽ അത്യാവശ്യമൊക്കെ ഒന്ന് നന്നായിട്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഏകദേശം ഒരു 250 ml കപ്പിൽ ഒരു കപ്പ് തൈര്. അധികം പുളിയില്ലാത്ത തൈരാണ്. അത്യാവശ്യം പുളിയുള്ള തൈരാണെങ്കിൽ നിങ്ങൾ അധികം ഒന്നും ചേർക്കണ്ട. ഒരു ചെറിയ കയ്യിൽ, നമ്മുടെ കറിയൊക്കെ വിളമ്പുന്ന ചെറിയ കയ്യിലില്ല, അതിലൊരു കയ്യിലൊക്കെ മതിയാവേ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത് 1/4 ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് 2 വിസിലടിച്ചിട്ടുള്ള, പെട്ടെന്ന് വിസിൽ വരുന്ന കുക്കറുകളുണ്ടാവുമല്ലോ, അതാണെങ്കിൽ ഒരു 4 വിസിലടിച്ചോട്ടെ. അല്ലാത്ത കുറച്ച് ടൈം എടുത്ത് വിസിലടിക്കുന്നതാണെങ്കിൽ ഒരു 2 വിസിലടിച്ചിട്ട് അങ്ങനെ ഓഫ് ചെയ്തിട്ടാൽ മതി. മസാല ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും എയറൊക്കെ പോകുമ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഈ ഒരു ബീഫും കൂടി നമ്മൾ ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് നമ്മൾ നാളികേരപ്പാലാണ്, കട്ടിപ്പാലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഒരു 1/2 മുറി നാളികേരത്തിൻ്റെ പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്താണ്. അത് കുറച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മസാലയ്ക്ക്. എന്നിട്ട് മസാല അവിടെ വയ്ക്കാം. സെയിം അടുപ്പത്ത് തന്നെ നമ്മളൊരു ഇതേപോലെ ചെമ്പ് വെച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മുടെ മസാല അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ അടി കട്ടിയുള്ള നമ്മുടെ ചോറ് വയ്ക്കുന്ന കലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 150 ml സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരിത്തിരി പെരുംജീരകം, പട്ട, ഏലക്ക, ഗ്രാമ്പ്, സ്പൈസസ് ഇട്ട് കൊടുക്കുക. ഒരിത്തിരി നമ്മുടെ ക്യാരറ്റ് നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇത്രയും ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ബീഫിൻ്റെ സ്റ്റോക്ക് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം കൂടി കൂട്ടിയിട്ട് ഒരു കപ്പ് അരിക്ക് 1/4 കപ്പ് അളവിനാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇത്രയും മതിയാവും. ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള റൈസ് നമുക്ക് കിട്ടേണ്ടത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക. നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി 15 മിനിറ്റ് കുതിർത്തിയിട്ട് വെള്ളം വാർത്തിട്ടുള്ള അരിയാണ്. അപ്പോൾ ചോറ് അവിടെ കിടന്ന് വേവട്ടെ. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇടുക. എന്നതിന് ശേഷം വെള്ളം ഒന്ന് അങ്ങ് നന്നായി തിളച്ചിട്ട് ഒന്ന് വറ്റി തുടങ്ങുമ്പോൾ നിങ്ങൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ 8 മുതൽ 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക. അരി ഹാഫ് കുക്ക്ഡ് ആയിട്ട് നല്ല കറക്റ്റായിട്ട് കിട്ടും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു മസാല നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇത്തിരി പൈനാപ്പിൾ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇത്തിരി മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ട് കൊടുക്കുക. ഇത്ര ഇട്ട് നമ്മൾ ബാലൻസ് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലുണ്ട്, അതായത് 1/2 മുറി തേങ്ങാപ്പാലിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പിഴിഞ്ഞതാണ് കേട്ടോ. ബാലൻസ് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് മസാല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ഇടയ്ക്ക് ദമ്മിടുമ്പോൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ അരിയുടെ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായതാണ് കേട്ടോ. 8 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതേപോലെ വെന്തിട്ടുണ്ടാവും, ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ടാവും. അത് നമ്മൾ മസാലയുടെ മേലെ ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ്, പുതിനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ദമ്മിട്ട് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി വറുത്തതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് മേലെ കുറച്ച് RKG കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മസാലയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് നമ്മളിപ്പോൾ അടുപ്പത്ത് വെച്ചാലും ഗ്യാസുമ്മ വെച്ചാലും അടി പിടിക്കില്ല കേട്ടോ. അടിയിൽ നമുക്ക് തേങ്ങാപ്പാലും പിന്നെ ആ ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ അടുപ്പത്താണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ദമ്മിട്ട് കഴിഞ്ഞിട്ട് മൂടിയുടെ മേലേക്ക്, അടിയിലുള്ള കനലൊക്കെ മൂടിയുടെ മേലേക്ക് കോരിയിടുക. അപ്പം മേലെന്ന് നന്നായിട്ട് ആവി ഇറങ്ങും. അടിയിൽ വല്ലാണ്ട് കനലും തീയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മസാല അടിക്ക് പിടിക്കും കേട്ടോ. ദമ്മിട്ടതിന് ശേഷം അടുപ്പത്താണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ 10 മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നെ അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കുക. മേലത്തെ കനൽ മാറ്റണമെന്നില്ല, അതങ്ങനെ ആവിയിൽ വെന്തോളൂ കേട്ടോ. അടിയിൽ അധികം കനൽ നിങ്ങൾ ഗ്യാസിൻ്റെ മേലെ വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദമ്മിട്ടതിന് ശേഷം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ നിങ്ങൾ 10 to 15 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം അരമണിക്കൂർ ഫ്ലെയിം ഓഫ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ബിരിയാണി സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, വീഡിയോ മിസ്സായതാണ്, സോറി, നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ